Hello friends, it's me Sajir. Welcome back to Creatopi. ഇന്ന് നമ്മളെ Adobe XD ന്റെ ഫ്രീ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നാണ് നമ്മളെ ഫസ്റ്റ് എപ്പിസോഡ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, എന്തൊക്കെ Adobe XD ഇന്റർഫേസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ എന്താക്കാം, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് എന്താകാം XDയിൽ പരിചയപ്പെടാം. അപ്പം ഈ XD എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഡിസൈൻ എന്നാണ് പറയുന്നത്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഡിസൈനിന് വേണ്ടി മാത്രമാണ്. നമുക്ക് പ്രിൻറ്റ് പർപ്പസിനൊന്നും ഈ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഡിജിറ്റൽ ഡിസൈനിന് വേണ്ടിയിട്ട് മാത്രമാണ് XD യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഴയ കാലത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു. UI ഡിസൈനും വെബ് ഡിസൈനൊക്കെ ചെയ്യുന്നത് ഇല്ലുസ്ട്രേഷനും ഫോട്ടോഷോപ്പും യൂസ് ചെയ്തിട്ടായിരുന്നു. അപ്പം ഈ രണ്ടിൻ്റെ കോമ്പിനേഷനാണ് XD എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് മൊബൈൽ ആപ്പ് ഡിസൈന്, വെബ് ഡിസൈന്, അതുപോലെ എക്സ്പീരിയൻസ് ഡിസൈനും കാര്യങ്ങളും മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ പിക്സൽ മാത്രം കാണുന്നത്. ഡിജിറ്റൽ ഡിസൈന് വേണ്ടി മാത്രമാണ് XD യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നതെന്ന് വെച്ചാൽ XDൻ്റെ മൊത്തത്തിലുള്ള ഇൻ്റർഫേസും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെയാണ്. അതായത് മൊത്തത്തിൽ XDൻ്റെ ഇൻ്റർഫേസാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡിൽ അതർ പാർട്ടും കാര്യങ്ങളും പിന്നെ UI ഡിസൈൻ എങ്ങനെ ചെയ്യാം, പിന്നെ അതുപോലെ ആനിമേഷൻസും മോഷൻ ഡിസൈൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ഇൻട്രാക്ഷൻ ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് അതർ എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സോഫ്റ്റ്വെയർ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് എന്താക്കാം, XDൻ്റെ ഇൻ്റർഫേസിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇതാണ് XDൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസ് കാണാം. നമുക്ക് XDൻ്റെ ഇൻ്റർഫേസിനെ നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും, ഈ ടോപ്പിൽ കാണുന്നതാണ് ടൈറ്റിൽ ബാർ. ഓക്കെ, ടോപ്പിൽ കാണുന്നത് ടൈറ്റിൽ ബാറാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഈ സൈഡിൽ കാണുന്നതാണ് ടൂൾ ബാറും അസറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ വരുന്നത്. പിന്നെ വരുന്ന ഈ സൈഡാണ്. ഈ സൈഡിൽ വരുന്നത് നമുക്ക് കൺട്രോൾസാണ്. നമ്മൾ എടുക്കുന്ന പർട്ടിക്കുലർ ടൂൾസിൻ്റെ, അതായത് ഇവിടുന്ന് എടുക്കുന്ന പർട്ടിക്കുലർ ടൂൾസിൻ്റെ കൺട്രോൾസ് ആയിരിക്കും ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം പിന്നെ നമ്മൾ ഈ ഞാൻ നിൽക്കുന്ന ഈ പാർട്ട്, ഇതിനെയാണ് നമ്മൾ ക്യാൻവാസ് അഥവാ ആർട്ട് ബോർഡ് എന്ന് പറയും. ഇപ്പോൾ ഇത്രയും പാർട്ടാണ് നമുക്ക് പൊതുവായിട്ട് XDയിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓരോ പാർട്ടും നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വരുന്നത് നമ്മളെ ടൈറ്റിൽ ബാറാണ്. ടൈറ്റിൽ ബാറിൽ നിങ്ങൾക്ക് പൊതുവെ നോർമലായിട്ടുള്ള മെനൂസ്, അതായത് ആപ്ലിക്കേഷൻ്റെ മെനൂസ് കാണാൻ പറ്റും. മുകളിൽ ആപ്ലിക്കേഷൻ്റെ മെനൂസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫയലുണ്ട്, എഡിറ്റ് ഉണ്ട്, ഒബ്ജക്റ്റ്, പ്ലഗിൻ, വ്യൂ, വിൻഡോസ്, ഹെൽപ്പ് എന്നിങ്ങനെയുള്ള നോർമലി ആപ്ലിക്കേഷന് വരുന്ന എല്ലാ മെനൂസും അവിടെ കാണാം. പിന്നെ വരുന്നത് തൊട്ട് താഴത്ത് വരുന്നതാണ് നമുക്കൊരു ഹോമിൻ്റെ ഒരു ഐക്കൺ കാണാം. ഓക്കെ, ഈ ഹോം ഐക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലഗിൻസ് ആഡ് ചെയ്യാനും ആഡ് ഓൺസ് ആഡ് ചെയ്യാനും അതുപോലെ ആർട്ട് ബോർഡ് ചൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഹോം സ്ക്രീൻ. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടാണ്. ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ, അതായത് ആ ക്യാൻവാസിനെയാണ് നമുക്ക് എന്താക്കുന്നത് ഡിസൈൻ ഏരിയ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത് 2 പാർട്ടുണ്ട്. അപ്പം പിന്നെ ഉള്ളത് പ്രോട്ടോടൈപ്പാണ്. പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഡിസൈനിന് പ്രോട്ടോടൈപ്പ് റിവ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ഇൻജെക്റ്റ് ചെയ്യാനും ലിങ്ക് ചെയ്യാനൊക്കെയുള്ള ഒരു ക്യാൻവാസാണ് പ്രോട്ടോടൈപ്പ്. പിന്നെ നമുക്ക് ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് നമ്മൾ ചെയ്ത ഡിസൈനിന് വേറൊരു ഒരാൾക്ക്, ഒരു ക്ലയൻറ്റിനോ അല്ലെ വേറൊരാൾക്കോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈവായിട്ട് ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലിങ്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഷെയർ ഓപ്ഷൻ. അപ്പം ഇത്രയും 3 പാർട്ട് അല്ലെങ്കിൽ 4 ഓപ്ഷനാണ് നമുക്ക് ടോപ്പിൽ കാണാൻ പറ്റുക. പിന്നെ നമ്മളെ ഡോക്യുമെൻറ്റിൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഏരിയ. ഈ ഏരിയയിൽ നമുക്ക് എന്താക്കാം, ഡോക്യുമെൻറ്റിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാം. പിന്നെ വരുന്നത് റൈറ്റ് കോർണറിൽ നമുക്ക്, അതായത് വിൻഡോൻ്റെ
പെർസെൻറ്റേജ്, അതായത് ഫിറ്റ് സ്ക്രീനും കാര്യങ്ങളും, അതായത് എത്ര പെർസെൻറ്റേജ് നമുക്ക് ഫിറ്റ് ചെയ്യണം വിൻഡോ, ആ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ 100% ഫിറ്റ് ചെയ്യാം, അതുപോലെ 25% നമുക്ക് നമ്മളെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് സ്ക്രീന് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഒരു പ്ലേ ബട്ടൺ കാണാം. ഈ പ്ലേ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഡിസൈനിൻ്റെ പ്രോട്ടോടൈപ്പ് പ്രിവ്യൂ കാണാൻ, ക്വിക്ക് പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, പിന്നെ നമുക്ക് തൊട്ടിപ്പുറത്തൊരു മൊബൈലിൻ്റെ ഐക്കൺ കാണാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൊബൈലുമായിട്ട് ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പ്രിവ്യൂ, അപ്പോൾ മൊബൈലോ ഡിസൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പ്രിവ്യൂ മൊബൈൽ ഡിവൈസിൽ ഡയറക്റ്റ് കാണാൻ പറ്റും. അതായത് അഡോബീൻ്റെ XDൻ്റെ ആപ്ലിക്കേഷൻ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് കേബിൾ വെച്ച് കണക്ട് ചെയ്താൽ നമുക്ക് എന്താക്കാം, നമ്മൾ ചെയ്യുന്ന സെയിം ടൈമിൽ ആ അപ്ഡേഷൻ നമ്മളെ മൊബൈലിലും പ്രിവ്യൂ കാണും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, അതിൻ്റെ പ്രിവ്യൂ മൊബൈലിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ തൊട്ടടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, വേറൊരാൾക്കുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്ടാണ് ടോപ്പ് ബാറിൽ കിടക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മളെ ഈ സൈഡ് ബാർ നോക്കാം. സൈഡ് ബാറിൽ ഫസ്റ്റ് വരുന്ന ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ടൂളാണ്. അതായത് നമ്മൾ നോർമലി എന്തോ ഒരു കാര്യവും നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ഷൻ ടൂൾ മസ്റ്റാണ്, അതാണ് സെലക്ഷൻ ടൂൾ. ഓക്കെ, പിന്നെ സെക്കൻഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ടൂളാണ്. റെക്റ്റാങ്കിൾ ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ, സിമ്പിളായിട്ട് ഒരു റെക്റ്റാങ്കിൾ കാര്യങ്ങൾ വരയ്ക്കാനാണ് റെക്റ്റാങ്കിൾ ടൂൾ. അപ്പോൾ നമ്മൾ എന്ത് ടൂൾ വെച്ചിട്ടും ആ ഒരു ആക്ഷൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താക്കാൻ പറ്റും, സൈഡിൽ കാണാൻ പറ്റും, അതായത് കൺട്രോൾ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് സർക്കിൾ ടൂളാണ്. സർക്കിൾ ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നോർമൽ സർക്കിൾ വരയ്ക്കാനും, ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് സർക്കിൾ ടൂൾ. പിന്നെ വരുന്നത് നമുക്ക് ഒരു ത്രികോണ ഷേപ്പിലുള്ള ഒരു ടൂൾ കാണാം, അതായത് ഷേപ്പ് ടൂൾ, നമുക്ക് ഷേപ്സുകൾ വരയ്ക്കാനാണ് അത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ലൈൻ ടൂളാണ്, ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് പെൻ ടൂൾ. പെൻ ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഷേപ്പ് നമുക്ക് ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷേപ്പിനെ വരച്ചെടുക്കാൻ പറ്റും പെൻ ടൂൾ വെച്ചിട്ട്, അതാണ് പെൻ ടൂൾ. ഓക്കെ, പിന്നെ വരുന്നത് ടി എന്ന് പറയും, അതായത് ടെക്സ്റ്റ് ടൂൾ അഥവാ ടൈപ്പ് ടൂൾ എന്നാണ് പറയുക. ഈ ടെക്സ്റ്റ് ടൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ടൈപ്പ് ചെയ്ത്, അതായത് ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ടൂൾ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണാം ഇതാണ് ആർട്ട് ബോർഡ്. ആർട്ട് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ XDയിൽ നമുക്ക് ഒറ്റൊരു ക്യാൻവാസ് മാത്രമല്ല, നമുക്ക് മൾട്ടിപ്പിൾ ക്യാൻവാസ്, അതായത് മൾട്ടിപ്പിൾ ആർട്ട് ബോർഡായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതൊരു ആർട്ട് ബോർഡാണ്, അതായത് ക്യാൻവാസ് എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു ആർട്ട് ബോർഡാണ്. ഇത് വെബിൻ്റെ ഒരു ആർട്ട് ബോർഡാണ്, അതായത് വെബിൻ്റെ സൈസിലുള്ള റെസൊല്യൂഷനിലുള്ള ഒരു ആർട്ട് ബോർഡാണ്. അപ്പം നമുക്കൊരു വെബും മൊബൈലും ഒറ്റൊരു XD ഒറ്റൊരു ഡോക്യുമെൻ്റിൽ തന്നെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ട് ബോർഡ്. അപ്പോൾ ഞാനൊരു ഐഫോണിൻ്റെ ഒരു ആർട്ട് ബോർഡും കൂടി ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താക്കാം, ഒരേ സമയം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ട് ബോർഡ് ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും, അതിനാണ് ആർട്ട് ബോർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആർട്ട് ബോർഡ്. പിന്നെ ഉള്ളത് മാഗ്നിഫയർ അഥവാ ലെൻസ് ടൂൾ, അതായത് നമുക്ക് സൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് സൂം ചെയ്യാനുള്ള ഒരു ടൂളാണ്. അപ്പോൾ ഇത്രയും ടൂൾസാണ് ടൂൾ ബാറിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് ബോട്ടത്തിൽ കാണാം മൂന്ന് ഓപ്ഷൻ കാണാം. ഫസ്റ്റ് വന്ന് അസറ്റ്സ് എന്ന് പറയും, പിന്നെ ഉള്ളത് ലെയർ, നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ കാണുന്ന പോലെ ലെയർ ടൂളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ലാസ്റ്റ് വരുന്ന പ്ലഗിനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൂൾ ബാറിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ അസറ്റ്സിലൊന്ന് ഇൻസൈഡ് പോയേക്കാം. ഇതാണ് അസറ്റ്സിൻ്റെ ഏരിയ. ഈ അസറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഡിസൈൻസിലെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ, അതായത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അസറ്റ് ടൂൾ, അതായത് അസറ്റ്സിൻ്റെ ഏരിയ, അസറ്റ്സ് പാനൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ആ റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഞാൻ ബ്ലാക്ക് ഫിൽ ചെയ്തു, ബോർഡർ ഒരു റെഡ് കളർ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ കൊടുത്തു. ഓക്കെ, പിന്നെ ഞാൻ എന്താക്കി, ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു, ഡെമോ ടെക്സ്റ്റ്. ഓക്കെ, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതെൻ്റെ ഒരു ഡിസൈനാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു സാധനം എനിക്ക്
ഇതിൻ്റെ മെറ്റീരിയൽസ് എനിക്ക് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ അസറ്റ്സ് ടൂളിലാണ് നമ്മൾ എന്താക്കുക, അസറ്റ്സ് പാനലിലാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. അതായത് ഇതിൻ്റെ 2 കളറുണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്, ബോർഡർ കളറുണ്ട്. അപ്പോൾ ഈ 2 കളറും ഞാൻ എന്താക്കും, ഇതിൽ അസറ്റ്സിൽ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. എനിക്കെന്താക്കാം, ഇതിൻ്റെ കളർ ഇവിടെ കാണാം. കളറിൽ എനിക്ക് 2 കളർ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ബോർഡർ കളറും ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളറും. ഇതെനിക്കിവിടെ എന്താക്കാം, റീനെയിം ചെയ്യാം. ബോർഡർ കളർ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇങ്ങനെ എനിക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ടെക്സ്റ്റിന് നമ്മൾ പലതരം ഫോണ്ട് ഫാമിലികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, അപ്പം അതിനൊരു കളറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതും നമുക്ക് എന്താക്കണം, സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാരക്ടർ സ്റ്റൈൽ നമുക്ക് എന്താക്കാം, ഇവിടെ സേവ് ചെയ്ത് വെക്കാം. അപ്പം ഈ ഫോണ്ട് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് കോമ്പണൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് ഇത് ഞാൻ ഗ്രൂപ്പ് ചെയ്തിട്ട്, അതായത് നമുക്ക് ഹെഡർ പാർട്ട്, ഫൂട്ടർ പാർട്ട്, അതുപോലെ മെനൂസ്, ഐക്കൺസൊക്കെ നമുക്ക് റീയൂസബിൾ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പം ഇത് ഞാനിപ്പോൾ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഒരു കോമ്പണൻ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പോവാം. അപ്പം ഇതാണ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഞാൻ കാർഡ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. അപ്പോൾ ഇതൊരു കോമ്പണൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ കോമ്പണൻ്റ് ഞാൻ എൻ്റെ ഡിസൈനിൽ പലയിടത്തായിട്ട് എനിക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതായത് റീയൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അസറ്റ്സിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അസറ്റ്സ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ലെയറാണ്. ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ ലെയറാണ് നമ്മൾ ചെയ്ത ഡീറ്റെയിലിൻ്റെ ഡിസൈനിൻ്റെ ലെയേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് പ്ലഗിനാണ്. പ്ലഗിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക്, അതായത് തേർഡ് പാർട്ടി പ്ലഗിൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതായത് വളരെ ക്വിക്കായിട്ട് യൂസ് ചെയ്യാനുള്ള പലതരം പ്ലഗിൻസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, പ്ലഗിൻസുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിലെനിക്കൊരു ഇമേജസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അൺസ്പ്ലാഷിൻ്റെയൊക്കെ പ്ലഗിൻസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അൺസ്പ്ലാഷ് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്താക്കാം, ആ ഇമേജസ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ UI ഫേസുകൾ നമുക്ക് പലതരം അവതാറൊക്കെ യൂസ് ചെയ്യേണ്ട ടൈമിൽ നമുക്ക് ജസ്റ്റ് എന്താക്കാം, അൺസ്പ്ലാഷ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവതാർസിൻ്റെ ഫേസുകൾ, ഇമേജസ് കിട്ടും. അപ്പോൾ ആ ഇമേജസ് നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലഗിൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്ലഗിൻസിന് ഉള്ള ഒരു ഏരിയ ആണ് ഈ പ്ലഗിൻ പാനൽ വരുന്നത്. അപ്പം ഇത്രയും ഏരിയ ആണ് നമ്മളെ ഈ സൈഡിൽ വരുന്നത്, നമ്മളെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന, അതായത് ടൂൾസും അസറ്റ്സും കാര്യങ്ങളും ഉള്ള ഏരിയ ആണ് ആ ഏരിയ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് കോർണറിൽ കാണുന്ന ഈ ഏരിയ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, റിമൂവ് ചെയ്തു. അപ്പം ഇതിൽ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാനുള്ള ഏരിയ ആണ്. അപ്പം ഫസ്റ്റ് വരുന്നത് കഴിഞ്ഞാൽ ഞാൻ ആർട്ട് ബോർഡ് സെലക്ട് ചെയ്തു. ഓക്കെ, ആർട്ട് ബോർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ ആർട്ട് ബോർഡിൻ്റെ സൈസുകൾ മാറ്റാം. പൊതുവായിട്ടുള്ള ഹൈറ്റ്, വിഡ്ത്ത് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ആർട്ട് ബോർഡിൻ്റെ ഒരു മിനിറ്റ്. ഓക്കെ, അതായത് ആർട്ട് ബോർഡിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. നമ്മൾ വെർട്ടിക്കലായിട്ടും ഒറിസോണ്ടലായിട്ടുള്ള കാര്യങ്ങളും സ്ക്രോളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കളർ സെറ്റ് ചെയ്യാം. അതുപോലെ ലേഔട്ടിൻ്റെ ഗ്രിഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രിഡ് നമുക്ക് ഇങ്ങനെ 12 ഗ്രിഡ് ഉണ്ട്. നമുക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ റെസ്പോൺസീവ് ഗ്രിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഗ്രിഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലേഔട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്വയർ യൂസ് ചെയ്യുക. സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിക്സൽ വെച്ചിട്ട് നമുക്കൊരു 15 സ്ക്വയർസ് ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പം അത് നമ്മൾ ഡിസൈൻ ബാലൻസിങ്ങും സ്പേസിങ്ങും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് നമുക്ക് ക്യാൻവാസിന് വരുന്നത്, അതായത് ആർട്ട് ബോർഡിന് വരുന്ന പ്രോപ്പർട്ടീസാണ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്തു അല്ലെങ്കിൽ ഒരു ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ വരുന്നത്. പഠിക്കുന്നതായിരിക്കും നന്നാവുക. അതുപോലെ കുറേ പുതിയ ഓപ്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് ഓരോ എപ്പിസോഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താക്കാൻ പറ്റും, അത് പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. അപ്പം
പൊതുവെ പറയുകയാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഇത്രയും പാർട്ടാണ് നമുക്ക് ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റുക. അപ്പോൾ ടൈറ്റിൽ ബാർ ഉണ്ട്, അതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടൂൾ ബാറും അസറ്റ്സ് പാനലും പ്ലഗിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിൽ കാണാം. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റോ എന്തുവാ ചെയ്യുന്ന അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. അത്രയും മനസ്സിലാക്കിയാണ്. അപ്പം ഇത്രയാണ് നമ്മളെ സോഫ്റ്റ്വെയറിൻ്റെ ഓവറോൾ. അപ്പം ഓരോ പ്രോപ്പർട്ടീസിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കുറേ സമയമെടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വർക്ക് ചെയ്യുമ്പം തന്നെ ആ ഓരോ പ്രോപ്പർട്ടീസ് പരിചയപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഇപ്പം കംപ്ലീറ്റ് പറയാത്തത്. അപ്പോൾ ആർട്ട് ബോർഡിൻ്റെ പ്രോപ്പർട്ടീസ് വരെ അത്രയും പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താക്കാം, പ്രോപ്പർട്ടീസിൻ്റെ ഓരോ പ്രോപ്പർട്ടീസിൻ്റെയും ഡീറ്റെയിൽ നമുക്ക് എന്താക്കാൻ പറ്റും, പരിചയപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ XDൻ്റെ ഓവറോൾ ഇൻ്റർഫേസും കാര്യങ്ങളും ഇത്രയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു ഗൈസ്.